ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമയാണ് കേട്ടോ. ഇതിന് നമുക്ക് ഷവർമ റൊട്ടി അതുപോലെ ചിക്കനൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ മൈദക്ക് പകരം ചപ്പാത്തി മാവ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മൈദ എടുത്തതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. അതുപോലെ 1/4 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഓൾമോസ്റ്റ്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവൊക്കെ കുറച്ച് മാറ്റം വരും കേട്ടോ. ഓൾമോസ്റ്റ് 1/4 കപ്പ് പാകത്തിനാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മളിങ്ങനെ പാലും മുട്ടയൊക്കെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സവാള, അതുപോലെ ഒരു വലിയ തക്കാളി, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു പകുതി ക്യാപ്സിക്കം, ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. കക്കിരി വേണമെങ്കിൽ എടുക്കാം, ക്യാബേജ് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കുക. പിന്നെ കക്കിരി എടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലഷൊക്കെ മാറ്റിയിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഒരു ഇച്ചിരി നമ്മുടെ മസാല ലൂസായി പോകാറുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ ഊറി വന്നിട്ട്. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മയോനൈസാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓൾമോസ്റ്റ് 4 ടേബിൾ സ്പൂണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി മയോനൈസ് കൂടുതലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ഷവർമ ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ മയോനൈസ് കൂടുതൽ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മാവ് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം, ചപ്പാത്തി പോലെ. അപ്പോൾ മാവിലോട്ട് നമ്മൾ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് മാവ് അങ്ങനെ പൊങ്ങി വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് പരത്തി ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെ അത്രയും വലിയ സൈസൊക്കെ ആക്കുന്നെങ്കിൽ നമുക്ക് 10 എണ്ണേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു 12 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഈ ഒരു സൈസിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ ഓവർ തിന്നല്ല. അപ്പോൾ ഇത്രയും അതിന് നമുക്കിത് ചൂടായ പാനിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാന് നല്ല ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഷീറ്റിട്ട് കൊടുത്തിട്ട് പിന്നെ അപ്പം തന്നെ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മറുഭാഗം കുക്കാകുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. പറയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ആ ഒരു ഷവർമ റൊട്ടിയുടെ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി, നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല. അപ്പോൾ ചിക്കനൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്